ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു സ്മൂത്തിയും ഒരു ചിയ പുഡിങ്ങുമാണ്. റായിപ്പൊടിയും മസ്കബലോണും ചേർന്ന ഒരു സ്മൂത്തി നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്നതിനും ഈ ചൂട് കാലത്ത് സഹായിക്കുന്നു. ചിയ പുഡിങ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഗുണങ്ങളും ഉണ്ടാക്കുന്നതിനോടൊപ്പം നമുക്ക് കാണാം. മസ്ക് മെലോൺ വന്നിട്ട് വിറ്റാമിൻ എയും സിയും ഉള്ളതിനാൽ പ്രതിരോധത്തിന് വളരെ നല്ലതാണ്. സ്കിന്നിനും അതേപോലെ തന്നെ കണ്ണിനും വളരെ നല്ലതാണ്. ഇനി നമ്മൾക്ക് ഇത് ഒരെണ്ണം മുറിച്ച് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ പൾപ്പ് എല്ലാം എടുത്ത് പാത്രത്തിലേക്ക് വയ്ക്കാം. ഈ കുരുകളെല്ലാം നമുക്ക് കളയാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പൾപ്പെല്ലാം ഇതേപോലെ നമുക്ക് അടർത്തിയെടുക്കാം. ഇതേമാതിരി ഒരെണ്ണത്തിൻ്റെ എല്ലാ പൾപ്പും നമുക്ക് ഇതേമാതിരി ഉള്ളിൽ നിന്ന് എടുത്തു വയ്ക്കാം. ഇത് ഈ ചൂട് കാലങ്ങളിൽ നമുക്ക് വളരെ നല്ലതാണ്. നമുക്ക് റായിപ്പൊടിയും അതേപോലെ മസ്ക് മെലോണും ചേർന്ന് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു തണുപ്പ് കിട്ടാനും എല്ലാത്തിനും വളരെ നല്ലതാണ്. ഈ സമയങ്ങളിൽ ഈ മസ്ക് മെലോൺ ഒരുപാട് കിട്ടുന്ന സമയമാണ്. ഇനി റായി സ്മൂത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂണ് റായിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആവശ്യത്തിന് ഉള്ള വെള്ളം ഇതിലൊഴിച്ച് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കട്ടയൊന്നും കൂടാതെ ഇതേപോലെ കലക്കിയെടുക്കാം. ഇനി നമ്മൾ സ്റ്റവ് മേൽ വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒരു 6 അണ്ടിപ്പരിപ്പും 6 ബദാമും അതേപോലെ 2-3 ഏലക്കയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതേ പരുവത്തിൽ ആക്കിയെടുക്കാം. ഇതേ പരുവത്തിലാക്കി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം അധികം വേണമെങ്കിൽ 1 ടീസ്പൂണ് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്തി വെച്ചിരിക്കുന്ന മസ്ക് മെലോൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. റായിപ്പൊടി കുറുക്കി വെച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കാം. റായി വന്നിട്ട് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് എല്ലിൻ്റെ ബലത്തിനും അതേപോലെ എല്ല് തേയ്മാനവും തടയുന്നു, വണ്ണം മാനേജ് ചെയ്യുവാനും സഹായിക്കുന്നു. ഇനി നമുക്ക് അടിച്ചെടുക്കാം. ഈ സ്മൂത്തി വന്നിട്ട് നല്ല ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു എനർജി ബൂസ്റ്ററും കൂടിയാണ്. ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ദിവസം മുഴുവനും നമുക്ക് എനർജി കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സ്മൂത്തി ഇത് അടിച്ച് വന്നിട്ടുണ്ട്. ഈ സ്മൂത്തി നിങ്ങൾ വീടുകളിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ സമയങ്ങളിൽ മസ്ക് മെലോൺ നമുക്ക് ധാരാളം കിട്ടുന്ന സമയമാണ്. ഇത് റായിപ്പൊടിയും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് ശരീരത്തിന് നല്ലൊരു തണുപ്പെല്ലാം കിട്ടി വളരെ നല്ലതാണ്. നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. പംകിൻ സീഡ് കുറച്ച് ഇട്ട് കൊടുത്തു, കുറച്ച് തേങ്ങാപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ചേരുമ്പോൾ നമുക്ക് കഴിക്കുവാൻ വളരെ ടേസ്റ്റായിരിക്കും. ഇനി ഒരു സ്മൂത്തി കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. അതിന് ഒരുപാട് ഹെൽത്ത് ഗുണങ്ങൾ ഉള്ളതാണ്. ചിയ പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗൾ വെച്ചു. ഒരു 3 ടീസ്പൂണ് ചിയ വിത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 1 ടീസ്പൂണ് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് നമുക്ക് ഇതേമാതിരി നല്ല പോലെ ഒന്ന് കലക്കി വയ്ക്കാം. ഒരു 4 മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേമാതിരി ആവുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കട്ടിയായിട്ട് കിട്ടും. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് നല്ല മധുരം കിട്ടും.
ഇനി നമുക്ക് ഇതേമാതിരി ഇത് മാങ്ങ കണ്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പൾപ്പെല്ലാം ഇങ്ങനെ ഒരു ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് ഇതിൻ്റെ പൾപ്പെല്ലാം നല്ല രീതിയിൽ എടുത്ത് വെച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ ഈ മാങ്ങയുടെ പൾപ്പ് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. മാങ്ങയിൽ വന്നിട്ട് പൊട്ടാഷ്യം, മാഗ്നീഷ്യം ഉള്ളതിനാൽ BP നിയന്ത്രിക്കുവാനും ആർട്ടിനും വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ചിയ സീഡ് കലക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് നമ്മൾ പുറത്തേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. ചിയ സീഡ് വന്നിട്ട് ചിയ സീഡിൽ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും ബ്രെയിൻ ഹെൽത്തിനും സഹായിക്കുന്നു. ഇത് ഇനി നമ്മൾക്ക് ചിയ തണുപ്പിച്ച് വെച്ചത് നമ്മൾ ഓരോ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ലെയർ ചീയയും ഒരു ലെയർ നമ്മൾ മാങ്ങയും അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കഴിക്കാനും വളരെ ടേസ്റ്റായിരിക്കും. ഇത് വന്നിട്ട് നമ്മൾ കാലത്ത് തന്നെ വെറും വയറ്റിൽ കഴിക്കരുത്. നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാൻ പാടുള്ളൂ. ഇതിലും വളരെ ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ചിയ സീഡ് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതല്ല. ഒരു 2-3 ലെയറായിട്ട് നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് തീർക്കുകയാണ്. ഇത് നമ്മൾക്ക് ഒരു പുഡിങ് മാതിരി കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പും നല്ലതാണ്, പെട്ടെന്ന് വിശക്കുകയില്ല. ഇനി നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ പൊടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ തേങ്ങയും കൂടി ചേർന്ന് നമ്മളിത് കോരി കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ മാങ്ങ നമ്മൾ നുറുക്കിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിയ പുഡിങ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുണ്ടാക്കി നോക്കണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ കിടിലനൊരു ചിയ പുഡിങ് തയ്യാറായിരിക്കുന്നു. ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.